ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു വിധത്തിൽ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ അറിവുകൾ, ഡെയിലി വരുന്ന വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയാണ് നമ്മൾ അത് അറിയിക്കാറുള്ളത്. അത് ഷോർട്സ് വീഡിയോ വഴിയാണ് നമ്മൾ കൂടുതലായിട്ടും അറിയിക്കാറ്. ഇന്ത്യൻ സമയം രാവിലെ 7:30 രാവിലെ തന്നെ വിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര രാവിലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമാകട്ടെ. അതായത് മക്കളൊക്കെ ഗൾഫിലേക്ക് പോകാൻ നോക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാർ നാട്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ ഒരു ജോലി അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ച ജോലിയെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്ന ഒത്തിരി യുവാക്കളും ഉണ്ടാവും. യുവാക്കളും യുവതികളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് രാവിലെ നിങ്ങൾ പണിക്കൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ജോബ് വേക്കൻസികൾ നമ്മൾ എത്തിക്കുന്നതാണ്. ഇതിനകത്ത് ഇടനിലക്കാരില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്ന കാര്യമാണ്. കമ്പനികൾ തന്നെ നേരിട്ടാണ് നിങ്ങളിലേക്ക് ഈ ജോബ് വേക്കൻസികൾ അറിയിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാൽ പോലും ഏജൻസിമാരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു കമൻറ്റിന് പോലും ഞാൻ മറുപടി കൊടുക്കാത്തതില്ല. അതല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തതാണെങ്കിൽ ഒന്നിലും മനസ്സിലായില്ല എന്നല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അയക്കാറുണ്ട്. പിന്നെ മോശപ്പെട്ട കമൻറ്റുകളാണെങ്കിൽ ഞാനതിന് മറുപടി കൊടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ള ആളുകൾ അതിന് മറുപടി അർഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളത് കൊടുക്കാത്തത്. കാരണം ഇത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യങ്ങൾ പറയുമ്പോൾ അതിലും വന്നിട്ട് വൾഗറായിട്ടുള്ള SMS അല്ലെങ്കിൽ കമൻ്റ് അടിക്കുന്ന ആളുകളോട് നമുക്ക് എന്ത് പറയാനാണ്? അത് അവരുടെ ഒരു കൾച്ചറായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ അവർക്കുള്ള മറുപടി ഒന്നും കൊടുക്കാത്തത്. പിന്നീട് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഒത്തിരി ജോലിയൊക്കെ അന്വേഷിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വിടുന്ന ജോബ് വേക്കൻസികളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വിസിറ്റ് എടുത്തൊക്കെ പോരാൻ വേണ്ടി ഒരുപാട് പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കൊടുക്കുന്നത് കിട്ടാത്ത ഒന്നാമത് ജോലി വേക്കൻസികൾ വരുന്നത് നമ്മൾ അപ്പം തന്നെ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളാരും വിഷമിക്കേണ്ട, കിട്ടാണ്ടിരിക്കില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് ജോലി കിട്ടും. ഇനി കുറച്ചൊക്കെ വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്ത് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർ കിട്ടുന്ന ജോലിക്ക് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ID കിട്ടിക്കഴിഞ്ഞാൽ, എമിറേറ്റ്സ് ആയിട്ട് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ലൈസൻസ് എടുക്കുക. ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ടെസ്റ്റിനൊക്കെ അത്യാവശ്യം പൈസയാവും. ഏകദേശം ഇന്ത്യൻ പൈസ തന്നെ ബൈക്ക് റൈഡേഴ്സ് എന്നൊക്കെ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഉണ്ട്, പാകിസ്ഥാനിയാണ്, എൻ്റെ നല്ല സുഹൃത്താണ്. ഞങ്ങൾ തമ്മിലൊരു 8 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ അവനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് മാസം 6000 ദിർഹംസാണ്. അതായത് എനിക്കിവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി സാലറിയാണ് ഒരു മാസം അവനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇവിടെ തലബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡെലിവറി ഒക്കെ ചെയ്യുന്ന, ബൈക്കിൻ്റെ ഡെലിവറി ചെയ്യുന്ന ഒരു ഇതുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല അങ്ങനെ പല സ്ഥാപനങ്ങളിലേക്കും ഡെലിവറി ചെയ്യുന്നതാണ്. ആ സ്ഥാപനത്തിൽ നമുക്കൊക്കെ പെട്ടെന്ന് വിസ കിട്ടും. ആ തലബാത്തിലാണ് ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത്. തലബാത്ത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വന്നിട്ട് നമ്മൾ ഈ ബൈക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഉള്ള നല്ല രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതിനൊക്കെ കൂടുതൽ കമ്മീഷൻ ബേസ്ഡാണ്. ദൂരം കൂടുതൽ കൊണ്ടുവന്നതിനൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട്. അതിൻ്റെ റൂൾസുകളും കാര്യങ്ങളും കൂടുതലായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും, ആരുടെയും കീഴിലല്ലാണ്ട്. അതായത് 1 വർഷത്തിനുള്ളിലൊക്കെ 1-1.5 വർഷത്തിനുള്ളിലൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ജോലി മാറാൻ പറ്റുന്നതുമാണ്. ഇവിടുത്തെ ഡ്രൈവിങ്ങിന് പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രത്യേക സുഖം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വണ്ടികളും നല്ല സ്പീഡിലാണ് ഓടുന്നത്. ഇവിടെ എല്ലാം 1 വേ ട്രാക്കുകളാണ്. അതായത് നമ്മുടെ എതിരെ നിന്ന് ഒരിക്കലും ഒരു വണ്ടി വരുന്നത് പ്രതീക്ഷിക്കേണ്ടല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് സാധ്യതകളും കുറവാണ്. നിങ്ങളൊക്കെ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളുള്ള സ്ഥലമാണ് UAE. മറ്റേത് രാജ്യത്തെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒത്തിരി മേഖലകളുണ്ട്. അതേപോലെ എക്സ്പീരിയൻസിന് അനുസരിച്ച് നിങ്ങൾക്ക് സാലറികളും കൂട്ടിക്കിട്ടുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ കയറുന്ന സ്ഥാപനത്തിൽ സാലറി കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിസ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്ഥാപനത്തിൽ കയറുക. നിങ്ങൾ പറയുന്ന സാലറിക്ക് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾ ഭാഷയൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉഷാറാകാനും പറ്റുകയും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആരും ഒരിക്കലും ഒരു ഏജൻറ്റിൻ്റെ വലയിൽ പോയി ചാടരുത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും വന്ന മെസ്സേജുകളിനകത്ത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ മതി. 4-5 ലക്ഷമൊക്കെ ഓരോരുത്തരുടെ പോയിട്ട് അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. നമുക്ക് ഇപ്പം എല്ലാവർക്കും വിചാരിക്കാം അവരെൻ്റെ ആരും അല്ലല്ലോ. പക്ഷേ അങ്ങനല്ല. ഒരു കുടുംബത്തിൻ്റെ ഭാരം
ചുമക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ അറിയുന്ന ഒരാൾക്ക് മറ്റൊരുത്തിൻ്റെ വിഷമം, അതായത് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത് നമ്മൾ പൈസ സമ്പാദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്നും അല്ല ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് ഞാൻ നാട്ടിൽ വരും, കൂടുതലും ചിലപ്പോൾ ഒരു മാസത്തെ ലീവിനൊക്കെ ആയിരിക്കും വരിക. ഈ വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷേ ഈ പൈസ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ അധികം മറ്റു ജോലിക്കൊന്നും പോകാത്ത ഒരാളാണ്. ഞാൻ വീട്ടിൽ വന്ന മാക്സിമം എൻ്റെ വൈഫും എൻ്റെ കൊച്ചിൻ്റെയും കൂടെ ഞാൻ മാക്സിമം സ്പെൻഡ് ചെയ്യും. അതേപോലെ പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് എല്ലായിടത്തും ഞാൻ പോകുന്ന ഒരാളുമാണ്. മറ്റു ജോലിക്കൊന്നും നോക്കാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ നിമിഷം നേരം കൊണ്ട് തീർന്നു പോകും. അപ്പോൾ അതേപോലുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. പിന്നെ നമ്മളവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 100 ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡെയിലി അതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സമ്പാദിക്കുന്ന ആ പൈസയ്ക്ക് എന്ന് പറയുന്ന അത്രയേറെ മൂല്യമാണ്. നമുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് നമ്മൾ പൈസ സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഇത്രയും വിഷമമുള്ളത് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. ഏജൻറ്റുമാരെ വിശ്വസിക്കാതെ നമ്മൾ ഈ ചെയ്യുന്ന പോലെ മറ്റാരെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ മാത്രം ചെയ്യുന്നത് കാണണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതല്ലല്ലോ എൻ്റെ വർക്ക്. എൻ്റെ വർക്ക് എന്ന് പറയുന്നത്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാനൊരു നല്ലൊരു ഷെഫാണ്, അത്യാവശ്യം നല്ല രീതിയിൽ 10-16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി അതിൽ നിന്ന് എനിക്ക് ദൈവം തരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എനിക്കിവിടുന്ന് എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് കിട്ടുന്ന ഇതേപോലുള്ള ജോബ് വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വെറും ഒരു മീഡിയേറ്ററാണ് ഞാൻ. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് നാഗപ്പാടെ കിട്ടുന്ന ഒരു കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രമാണ്. അത് മാത്രം മതി. കാരണം എല്ലാവരും ഒത്തിരി യൂട്യൂബേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ചിലപ്പോൾ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. ദുബായിലും മറ്റ് GCC കൺട്രികളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതേപോലെയുള്ള ഓരോ കാര്യം ഒറ്റ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ 1000 താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വ്യൂവേഴ്സ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വരുന്ന ജോബ് വേക്കൻസികൾ, അവർ വഴി വരുന്ന ജോബ് വേക്കൻസികൾ ഒട്ടനവധിയായിരിക്കും. അപ്പോൾ അതേപോലുള്ള കാര്യങ്ങൾ എല്ലാവരും കൂടി ചെയ്യുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ. ഏതൊരു യുവാക്കൾക്കും ജോലി കിട്ടും, ഏത് പ്രായമുള്ള ആൾക്കാർക്കും ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ അവരും ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ മാത്രമല്ല, മറ്റ് ചാനലുകളും നിങ്ങൾ പോയി നോക്കുക. ഇതേപോലെ ജോബ് വേക്കൻസികൾ ഇടുന്നത് അവർ വഴിയും നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതും വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ തരട്ടെ എന്നും, അതേപോലെ തന്നെ എനിക്ക് ജോബ് വേക്കൻസികൾ പറഞ്ഞു തരുന്ന ആളുകൾക്ക് അവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെയും പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസും അതേപോലെ വേക്കൻസികളും എല്ലാ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആരും ഒരു ഏജൻസിയെ വിശ്വസിക്കരുത്. ഒരു ഏജൻസിയും ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവർക്ക് അവരൊരു 10 പേരെ കൊണ്ടുപോയിട്ടുണ്ടാവും, 100 പേരെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജൻസികളെ വിശ്വസിക്കാണ്ടിരിക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാൻ ശ്രമിക്കുക. ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വരും, അതിനെന്തെല്ലാം പേപ്പറുകളാണ് വേണ്ടത്, ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ ഏജൻസിൻ്റെ അടുത്ത് പോകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെ പോകാവുള്ളൂ. പിന്നെ അവരോടൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, പൈസ എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു വേണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പറയണം. പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൈസ മണി ബാക്ക് എന്നുള്ള സംഭവം പറയണം. ഇല്ലെങ്കിൽ അത് അവരപ്പം തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അവർ ചീറ്റ് ചെയ്യുന്ന കമ്പനികൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മാക്സിമം എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. ഇതിനകത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അതേപോലെ തന്നെ പ്രായം വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും സ്നേഹത്തോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.
അതേപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പൈസ എന്ന് പറയുന്നത് ഏകദേശം ബൈക്ക് ലൈസൻസ് എടുക്കാൻ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു 75,000 രൂപ മുതൽ മേളിലേക്കാവും. കാരണം നമ്മൾ ഓരോ ടെസ്റ്റ് പൊട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ പൈസ കൂടുതലാണ്. കാറിൻ്റെത് ഏകദേശം ഒരു 1.5 ലക്ഷത്തിൻ്റെ അടുത്തേക്കൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. 4,000 ദിർഹം മുതൽ ഒരു 6,000 ദിർഹത്തിൻ്റെ ഉള്ളിലൊക്കെ ആവും നമുക്ക് ഇത് വരുമ്പോൾ ഓരോ ടെസ്റ്റിൻ്റെയും ഓരോ ഇത് വരുന്നത് നിങ്ങളുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചൊക്കെ ആയിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ഇത് വരുന്നത്. മാക്സിമം എല്ലാവരും ഇവിടെ വന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ ടെസ്റ്റിനായിട്ട് നിങ്ങൾ പോകാൻ. ക്ലാസ്സുകൾ എത്ര കൂടുന്നോ അത്രയും നമുക്ക് ഉപകാരപ്രദമാവും. ഇതും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ വന്നത്. കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.